എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ ഇന്നലെ ഒരു ദിവസമാണ് ഞാൻ ഈ എക്സാമിന് വേണ്ടി നോക്കിയത്. ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷ് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ ആ മാം പറഞ്ഞിരുന്ന ഓരോ ക്ലാസ് ഞാൻ കേട്ടതിന് ശേഷമാണ് PDF വായിച്ചത്. പക്ഷെ ഞാൻ എക്സാം ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ മാം പറഞ്ഞ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എന്റെ ചെവിയിലൊന്നും അത് ഫുള്ള് എന്റെ മാക്സിമം ഞാൻ എഴുതി. എന്നുവെച്ചാൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എഴുതി. പക്ഷെ എനിക്ക് പാസ്സാവുന്നല്ല, എനിക്കിതൊന്ന് പാസ്സായി കിട്ടിയാൽ മതിയെന്നായിരുന്നു. കാരണം ഞാൻ ഒന്ന് നോക്കിയത് പോലും ഇല്ല. അതുകൊണ്ട് പാസ്സായി കിട്ടണമെന്ന് ഒറ്റ ആഗ്രഹമായിരുന്നു. എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. പാസ് മാത്രമല്ല, കുറച്ചും കൂടെ മാർക്ക് കിട്ടും. നല്ല മാർക്ക് അല്ലെങ്കിലും കുറച്ചും കൂടെ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹലോ ഓൾ ഓഫ് യു, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യണത്. കാരണം ഈ ഒരു വോയിസ്, നിങ്ങളിപ്പോൾ ഈ കേട്ട വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാളുടെ വോയിസാണ്. അപ്പം അത് അത്രയും അധികം ജെന്യൂൻ ആയിട്ടുള്ളതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കുറേ അധികം വോയിസസും ടെക്സ്റ്റ് മെസ്സേജസും ആണ് നമുക്ക് എക്സാമിന് ശേഷം വന്നിട്ടുള്ളത്. കുറേ പേര് അയ്യോ എക്സാം കഴിഞ്ഞ് മറന്നുപോയി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസവും മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ കുറച്ച് പേര്, അതായത് ഇതൊരു ഭാഗം ആളുകൾ, മറ്റൊരു ഭാഗം ആളുകൾ എന്താണ്, അവർക്ക് അത്രയും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത്രയും പെട്ടെന്ന് ആ ഒരു ടൈം ഗ്യാപ്പിൽ പഠിച്ചെഴുതാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അവർക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സേ എക്സാം എഴുതണം എന്നുള്ള രീതിക്കും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങണം എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് പ്രമാണിച്ച് നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. ആൻഡ് ആ ഒരു റിക്വസ്റ്റ് നോക്കിക്കൊണ്ട് മാത്രമല്ല, വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ജെന്യൂനായിട്ട് ഞാൻ പറയാണ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് പാസ്സാവാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തലേ ദിവസം കോഴ്സ് തന്നിട്ട് അത് പഠിച്ച് പോയി പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല മാർക്സ് കിട്ടിയ ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു വശമാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേർക്കും അത് കഴിഞ്ഞിട്ടില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറേയധികം പേർക്ക് ഒരു പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒരുപാട് ഗ്രാമറാണ് പഠിക്കാനുള്ളത്. ഗ്രാമറിൽ ബേസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഗ്രാമറിന് ബേസ് ഇല്ലാത്ത, ഇംഗ്ലീഷ് അധികം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താവും, സെക്കൻഡ് സെമ്മിൽ ഒരു വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 2 വീക്സ് കൊണ്ടോ പോലും പഠിച്ചെത്താൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്കിൽ, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ വരുന്ന റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ബ്ലോക്ക് 1 ഏകദേശം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെയാണ്. അതായത് നമുക്ക് നമ്മൾക്ക് മനസ്സിലായാൽ അത് നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ബ്ലോക്ക് 1 കണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റീഡിംഗ് ഉണ്ട്. നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചില്ലേ, അതേപോലെ ടൈപ്സ് ഓഫ് റീഡിംഗ് ഉണ്ട്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അനലൈസിങ് ലിറ്ററേച്ചർ ഉണ്ട്. ഇത് ഒരുവിധം അനലൈസിങ് ലിറ്ററേച്ചറൊക്കെ ഒരു വലിയൊരു യൂണിറ്റാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും വലിയ യൂണിറ്റാണ് അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ബ്ലോക്ക് 1 കുറേയധികം കഥ, കവിതയൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലോക്ക് പിന്നെയും മനസ്സിലാക്കി നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ, അതായത് ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 4 ബ്ലോക്സ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പാർട്സ് ഓഫ് സ്പീച്ച്, സെൻറ്റൻസസ്, കോൺകോഡ്, ടെൻസസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, കോമൺ എറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. ഇത് ഫുൾ എന്താണ്, ഗ്രാമറാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഗ്രാമറിൽ ബേസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ ബേസ് ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുന്നേയും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്തു തരാൻ കഴിയില്ല. കാരണം ആ ഒരു 1 വീക്ക് കൊണ്ട് പഠിച്ച് തീരണതല്ല ഈ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അതായത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ഷോർട്ടായിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സ്പ്ലെയിൻഡ് പോയിൻറ്റ്സ്, നിങ്ങൾക്ക് ഏകദേശം ഫുൾ മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു 2 എക്സാമിൻ്റെയും, ഇംഗ്ലീഷ് ആയാലും ഹിസ്റ്റോറിക്കൽ ടൂറിസം ആയാലും ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് പാസ് ബാച്ച് എന്നുള്ളതാണ്. പക്ഷേ അതല്ലാതെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു
ബാച്ചാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ആദ്യം മുതലേ എല്ലാം പഠിച്ച് ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഗ്രാമറാണ് അറിയാം. എന്താണ് നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള ടൈം എല്ലാം നമുക്ക് വേണം. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസത്തിൻ്റെ ഒരു ഇത്ര സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ്സും അതേപോലെ PDF നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വിത്തിൻ 2 days തന്നെ, അതായത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ 2 days തന്നെ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുക്കാം. കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്തേക്കാം. വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജോയിൻ ചെയ്യിപ്പിക്കും. അതായത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മാത്രമല്ല, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ക്രിമിനോളജി എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റാണ് ക്രിമിനോളജി. അപ്പോൾ ക്രിമിനോളജിയും കൂടിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയും അറിയിക്കുകയാണ്. അപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷും ക്രിമിനോളജിയും വേണ്ടവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തേക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.